നമസ്കാരം. പാഥേയത്തിൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ യാത്ര എങ്ങോട്ടാണെന്നല്ലേ? നമ്മളിന്ന് കുട്ടിക്കാനത്തേക്കാണ് യാത്ര പോകുന്നത്. വളഞ്ഞെങ്ങാനും വെള്ളച്ചാട്ടമൊക്കെ കണ്ട് കുട്ടിക്കാനത്തേക്കൊരു യാത്ര. ഈ യാത്ര എന്തിനാണെന്നല്ലേ? രാവിലെ വെറുതെ ഇങ്ങനെ ഇരുന്ന സമയത്ത് നമ്മുടെ ഫെലിക്സ് ചേട്ടൻ വിളിക്കുന്നു. എന്താ പരിപാടി? ഒന്നുമില്ല, ഇതൊരു ചായ കുടിക്കാൻ പോയാലോ? പോകാമല്ലോ. ആരൊക്കെയുണ്ട്? ഇത് ബിജോ ചേട്ടനും സന്തോഷ് ചേട്ടനും ഉണ്ടെന്ന് പറഞ്ഞു. എങ്കിൽ പിന്നെ പോയേക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ചായ കുടിക്കാനായിട്ട് വണ്ടിയിൽ കയറിയപ്പോഴാണ് എവിടെ നിന്നാണ് ചായ കുടിക്കുന്നത് എന്ന് ചോദ്യം. എങ്കിൽ പിന്നെ കുട്ടിക്കാനത്ത് പോയി ചായ കുടിച്ചാലോ എന്നായി. പോയേക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ കുട്ടിക്കാനത്തെ വൈറലായിട്ടുള്ള ബദൽ ടീ ഷോപ്പിലെ ചായ കുടിക്കാൻ വേണ്ടിയാണ് ഇന്നത്തെ യാത്ര. സോഷ്യൽ മീഡിയയിലൊക്കെ ഏറെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു വൈറൽ ചായക്കടയാണിത്. അപ്പോൾ ഇന്നത്തെ ചായ കുടി ഇവിടെ നിന്നാകാമെന്ന് വിചാരിച്ചു. അങ്ങനെ നേരെ വിട്ടു കുട്ടിക്കാനത്തേക്ക്. ഇതാണ് സോഷ്യൽ മീഡിയയിൽ റീലിലും ബ്ലോഗിലുമൊക്കെ ഫേമസ് ആയിട്ടുള്ള ആ വൈറൽ ചായക്കട. അപ്പോൾ നമ്മൾ കോട്ടയം ഭാഗത്ത് നിന്നാണ് വരുന്നതെങ്കിൽ കുട്ടിക്കാനം ടൗണിൽ വന്നതിന് ശേഷം ഇടത്തോട്ട് ഏലപ്പാറ റൂട്ടിൽ കുറച്ച് മുന്നോട്ട് ചെന്ന് കഴിയുമ്പോൾ ഗ്ലെൻമേരി റോഡിലേക്ക് തിരിയുന്ന ഒരു ഭാഗമുണ്ട്. അവിടെ നിന്ന് ഒരു 4-4.5 കിലോമീറ്റർ ഉള്ളിലേക്ക് പോയി കഴിയുമ്പോഴാണ് ഈ വൈറൽ ചായക്കടയുള്ളത്. ആ പോകുന്ന റോഡിൻ്റെ കണ്ടീഷൻ അത്ര നല്ലതൊന്നുമല്ല, എന്നാലും കുഴപ്പമില്ല, നമുക്ക് വണ്ടി ഓടിച്ച് പോകാൻ പറ്റും. പോകുന്ന വഴിയിൽ ഫേമസ് ആയിട്ടുള്ള കോട്ടയം ക്ലബ്ബുണ്ട്. പിന്നെ വലതുവശത്തെ കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ അതിമനോഹരമായിട്ടുള്ള കുട്ടിക്കാനത്തിൻ്റെ ദൂരക്കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഈ വൈറൽ ചായക്കടയിലെത്താം. അങ്ങനെ നമ്മളിതാ വൈറൽ ചായക്കടയുടെ മുന്നിലേക്ക് എത്തിയിരിക്കുകയാണ്. അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. കുറച്ച് വണ്ടികളൊക്കെ ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. പാർക്ക് ചെയ്യാനൊക്കെ ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട് കേട്ടോ. ഇതിങ്ങനെ ഇങ്ങോട്ട് കെട്ടിയെടുത്തതാണെന്ന് തോന്നുന്നു. ഇതാണ് ആ വൈറൽ ചായക്കട. നല്ല ആംബിയൻസ് അല്ലേ? ഒരുപാട് ആൾക്കാർ ഇവിടെ വരുന്നുണ്ട് കേട്ടോ. കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള ആൾക്കാർ ഇവിടെ ചായ കുടിക്കാൻ വേണ്ടി മാത്രം വരുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ബൈക്ക് റൈഡേഴ്സൊക്കെ ഒരുപാട് വരുന്നുണ്ടെന്ന് തോന്നുന്നു. ബദൽ ടീ പ്ലാന്റേഷൻ നടുക്കാണ് കേട്ടോ ഈ ചായക്കട ഇരിക്കുന്നത്. ഗ്ലെൻമേരി റോഡിൽ ബദൽ ടീ പ്ലാന്റേഷൻ നടുക്കായിട്ടാണ്. ബദൽ ചായപ്പൊടി നമുക്ക് ഇവിടുന്ന് വാങ്ങിക്കാനും കിട്ടും കേട്ടോ. ഹോൾസെയിൽ വിലയ്ക്ക് ഇവിടുന്ന് വാങ്ങിക്കാനും പറ്റും. കുറേ വണ്ടികൾ കിടപ്പുണ്ട്, കുറേ ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ട്. ചില സമയത്തൊക്കെ ഭയങ്കര തിരക്കായിരിക്കും. നമുക്ക് ക്യൂ നിന്നാൽ പോലും ഇവിടുന്ന് ചായ കിട്ടാത്ത അവസ്ഥയുണ്ടെന്നാണ് പല റീലുകളിലും ഞാൻ കണ്ടത്. നമ്മളിവിടെ പൈസ ആദ്യം അടയ്ക്കണം കേട്ടോ. അപ്പം നമുക്ക് ചായ കടികൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ അത് ആദ്യം ഓർഡർ ചെയ്ത് പേയ്മെൻറ്റ് ചെയ്ത് ബില്ലടിച്ചതിന് ശേഷമേ അവർ നമുക്ക് ചായ കടികളൊക്കെ തരുള്ളൂ. അപ്പോൾ നമ്മളെന്തായാലും 3 ചായ ഒരു ലൈം ടീം ഓർഡർ ചെയ്തു. ഫേസുകാരന് ഓർഡർ ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടെ കൊണ്ടോ വലിയ വലിയ പട്ടികളൊക്കെ വെച്ചിട്ടുണ്ട് എന്തൊക്കെ ഐറ്റംസ് ആണ് ഇവിടെ ഉള്ളതെന്നുള്ളത്. ഐസ്ക്രീം, ഫ്രഷ് ജ്യൂസൊക്കെ ഉണ്ട്. ചായക്കട അതാണ് ഇതിൻ്റെ പേര്. ചെറുകടികളൊക്കെ നിരത്തി വെച്ചിരിക്കുന്നു. പബ്സ് ഉണ്ട്, കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ. സമോസ, ചായപ്പൊടികൾ വിൽക്കാൻ വെച്ചിരിക്കുന്നതാണ്. അതെ, ഇതൊരു ചെറിയ കണ്ടെയ്നറിനകത്ത് ഉണ്ടാക്കിയിരിക്കുന്ന സെറ്റപ്പാണ് കേട്ടോ. പക്ഷേ സംഭവം ഭയങ്കര വൈറലാണ്. ചായ കുടിക്കാനായിട്ട് ഒരുപാട് ആൾക്കാർ ഇവിടെ വരുന്നുണ്ട്. 2 അണ്ണന്മാരെന്ന് ഗഹനമായ ചർച്ചയിലാണെന്ന് തോന്നുന്നു. സന്തോഷേട്ടൻ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിക്കാൻ പോയതായിരുന്നു. അവിടെ എന്തോ പണികളൊക്കെ നടക്കുന്നുണ്ട്. എനിക്കൊരു ബയോ ടോയ്ലറ്റ് പണിയാണെന്ന് തോന്നുന്നു. ഒരുപാട് ആൾക്കാർ വരുന്നതുകൊണ്ടായിരിക്കും. അപ്പം അങ്ങനെ നമ്മുടെ ചായ വന്നിട്ടുണ്ട്. സാധാരണ എല്ലായിടത്തും ഡിസ്പോസിബിൾ ഗ്ലാസ്സിലൊക്കെ കിട്ടുമ്പോൾ ഇവിടെ ചില്ല് ഗ്ലാസ്സിലാണ് ചായ. കൈപിടിയുള്ള ചില്ല് ഗ്ലാസ്. സന്തോഷേട്ടൻ ലൈം ടീ ആണ് പറഞ്ഞത്. ലൈം ടീ വരുന്നേ ഉള്ളൂ. ബിജോ ചേട്ടൻ ചിയേഴ്സ് ഒക്കെ പറയുന്നുണ്ട്. ഒരു നിമിഷം വേറെ എവിടെയോ ആണെന്ന് തെറ്റിദ്ധരിച്ചും തോന്നുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് ചായ കുടിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്ന്. എന്തായാലും ചായ നല്ലതായിരുന്നു കേട്ടോ. അപ്പോൾ സന്തോഷ് ചേട്ടൻ്റെ ലൈം ടീ അപ്പോഴേക്കും വന്നു. അപ്പോൾ എന്തായാലും ഒരു സൈഡിലേക്ക് മാറി നിന്ന് പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ചുകൊണ്ട് ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. ആ പുറവശത്തേക്ക് നിൽക്കാൻ നല്ല ഇടയുണ്ട് കേട്ടോ. അവിടെ പോയി നിന്നിട്ടുണ്ടെങ്കിൽ കൈവരിയിൽ ചാരി നിന്ന് കാഴ്ചകളൊക്കെ ആസ്വദിച്ച് കാറ്റൊക്കെ കൊണ്ടിങ്ങനെ ചായ കുടിക്കാം. അപ്പോൾ എന്തായാലും പുറകെ പോയി നിൽക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് തോന്നി ആൾക്കാർ ഇങ്ങോട്ടേക്ക് കൂടുതൽ വരുന്നത് ഈ ചായ കുടിക്കാൻ വേണ്ടി മാത്രമല്ല, ചായയുടെ സ്വാദ് കൊണ്ട് മാത്രമല്ല, ഇവിടുത്തെ ആംബിയൻസ് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് കൂടെയാണ്. ഇതുണ്ടോ, ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ ആ പുറവശത്തെ മുൻവശത്തൊക്കെ കാഴ്ചകൾ എന്ന് പറഞ്ഞാണല്ലോ ഒരു രക്ഷയില്ല. ശരിക്കും ഇതൊരു മലയുടെ അടിവാരത്തായിട്ടാണ് ഈ ചായക്കട ഉള്ളത്. 2 മലയാണ് അപ്പുറം ഇപ്പുറയും. അതിന് നടുക്കുള്ള സ്ഥലത്താണ് ഈ ചായക്കട ഉള്ളത്. ഉണ്ടോ, എന്ത് ഭംഗിയാണെന്ന് നോക്കിയാൽ കാഴ്ചകൾ കാണാനായിട്ട്. ഇപ്പോൾ അത്യാവശ്യം മഞ്ഞൂടെ ഉണ്ടായിരുന്നെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇപ്പം നല്ല തണുത്ത കാറ്റും ആ കോടയൊക്കെ ഇങ്ങനെ വന്നിട്ട് കാറ്റൊക്കെ ഇങ്ങനെ വീശുമ്പോൾ ആ ഒരു ചൂട് ചായയൊക്കെ കയ്യിൽ പിടിച്ച് ഇങ്ങനെ ഓരോ കവിള് കുടിക്കുന്നതെന്ന് ആലോചിച്ച് നോക്കിയേ. ഇതിന് താഴെയുള്ള സ്ഥലമാണിത്. അതിലൂടെ ചെറിയൊരു അരുവിയൊക്കെ ഒഴുകുന്നുണ്ട്. കുറേ പിള്ളേരവിടെ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. ആ തേയിലത്തോട്ടമാണ് അപ്പുറം കാണുന്നത് കേട്ടോ. ഈ ബദൽ പ്ലാന്റേഷൻ്റെ ഭാഗമാണെന്ന് തോന്നുന്നു.
എന്തായാലും ഇവിടെ ഇങ്ങനെ നിന്ന് ആ ചായയൊക്കെ കുടിച്ച് ആ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് ആ തണുപ്പും ആ കാറ്റും ആ മഞ്ഞുമൊക്കെ ഫീൽ ചെയ്ത് ചായ കുടിക്കുമ്പോൾ മനസ്സിന് വല്ലാത്തൊരു ശാന്തി സമാധാനമൊക്കെ കിട്ടുന്നൊരു സ്ഥലമാണ് കേട്ടോ. കൂടുതൽ ആൾക്കാർ ഇങ്ങോട്ടേക്ക് വരുന്നതിൻ്റെ ഒരു കാരണവും അതാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ചായയുടെ രുചിയേക്കാൾ ഉപരി ഈ അന്തരീക്ഷം, ഈ ഒരു സ്ഥലം ഫീൽ ചെയ്യാനായിട്ടാണ് ആൾക്കാർ കൂടുതൽ വരുന്നത്. ഒരുപാട് പേര് ഫോട്ടോ എടുക്കാൻ വരുന്നുണ്ട്, പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ വരുന്നവരുണ്ട്, ചായ കുടിക്കാനായിട്ട് വരുന്നവരുണ്ട്, റൈഡിന് പോകുമ്പോൾ ഇടയ്ക്കൊന്ന് തങ്ങുന്നവരുണ്ട്. അങ്ങനെ ഒരുപാട് ആൾക്കാർ ഇവിടെ വരുന്നുണ്ട്. എന്തായാലും സോഷ്യൽ മീഡിയയിൽ ഈ റീലൊക്കെ ഒരുപാട് വന്നതോടുകൂടിയിട്ടാണ് ആൾക്കാർ കൂടുതൽ ഇങ്ങോട്ടേക്ക് വരാൻ തുടങ്ങിയെന്ന് തോന്നുന്നു. റോഡ് സൈഡിൽ നിന്നിട്ട് ചായ കുടിക്കുന്നതിനേക്കാളും ഒരു ഫീല് കൂടുതലാണ് ഇവിടെ വരുമ്പോൾ. ആ പ്രകൃതിയുടെ ആംബിയൻസൊക്കെ ഒന്ന് ഫീൽ ചെയ്ത് എന്താ ഭംഗിയല്ലേ സ്ഥലമൊക്കെ കാണാനായിട്ട്. ശരിക്കും ഇവിടെ ഒന്ന് ചായ കുടിച്ച് കുറേ സമയം ഇവിടെ ഇരുന്ന് ഫോട്ടോ ഒക്കെ എടുത്തിട്ടാണ് ആൾക്കാരെല്ലാവരും തന്നെ പോകുന്നത് കേട്ടോ. ഇതൊരു കണ്ടെയ്നറിലാണ് ഇത് സെറ്റ് ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞില്ലേ. മഴ പെയ്താൽ കയറി നിൽക്കാനായിട്ട് അത്യാവശ്യം സ്ഥലമൊക്കെ ഉണ്ട് കേട്ടോ. ആ മുൻവശത്ത് കാണുന്നൊരു മലയാണ്, തേയിലത്തോട്ടമാണ് അതും. പിന്നെ ഇതിലെ നേരെ പോയിട്ടുണ്ടെങ്കിൽ കുട്ടിക്കാനത്ത് ചാടാം, പുറകോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഏലപ്പാറ റൂട്ടിൽ പോയി ചാടാം. അപ്പോൾ എന്തായാലും നമ്മൾ ചായ കുടിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഞങ്ങളൊരു മൺസൂൺ ട്രിപ്പ് പ്രതീക്ഷിച്ചിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. നല്ല മഴയൊക്കെ ആയിരുന്നല്ലോ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ. അപ്പോൾ ഇന്നും മഴയായിരിക്കും. അപ്പോൾ ഒരു മഴ യാത്ര ആസ്വദിക്കാമെന്നുള്ള ഒരു പ്ലാനിലാണ് ഞങ്ങൾ ഇറങ്ങിയത്. പക്ഷേ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി തിരിച്ച് വീട്ടിൽ ചെല്ലുന്നത് വരെ ഒരു തുള്ളി മഴ പോലും പെയ്തില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ എന്തായാലും വൈറൽ ചായക്കടയിൽ നിന്ന് ചായയൊക്കെ കുടിച്ചു. അപ്പോൾ ഇന്നത്തെ യാത്ര ഇവിടെ പൂർണ്ണമാവുകയാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം.